ഹായ് ഓൾ. അപ്പം ഇവിടെ ആകെ പ്രശ്നമാണ്. അപ്പം ഞാൻ ഇന്ത്യയിലാകെ പ്രശ്നമായിരിക്കുന്നത് ബിക്കോസ് ഓഫ് ഫ്യൂവൽ കൺസംഷൻ ഇതൊക്കെ കുറവാക്കണം. കുറേ സ്ഥലത്ത് പെട്രോൾ പമ്പിലൊക്കെ നല്ല ക്രൗഡഡ് ആണ്. പെട്രോൾ കിട്ടാൻ തന്നെ നല്ല പ്രയാസമാണ്. സോ ഗ്രോസറീസ് എങ്ങനെ കിട്ടും, ട്രാൻസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഗ്രോസറീസൊക്കെ വാങ്ങിച്ചിരുന്നു. ഇത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എല്ലാതും ഓർഡർ ചെയ്തു നമ്മൾ. ബിക്കോസ് പുറത്ത് ട്രാൻസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തിങ്സൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സോ ഇപ്പം കിഡ്സ് ഫാമിലിയൊക്കെ ഉണ്ട്. പിന്നെ കുക്കിംഗ് ഒക്കെ ഇവിടെ ഹൈദരാബാദിൽ ഇവിടെ PGയിൽ ഫുഡ് കിട്ടാൻ തന്നെ ഇച്ചിരി പ്രയാസമാണ്. ബിക്കോസ് ഓഫ് ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഫുഡ് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളാവുന്നതുകൊണ്ട് നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലിറ്ററലി 1 or 2 months നമ്മൾ തിങ്സ് ഏകദേശം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എമർജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ലോങ് റണ്ണിൽ. 1 or 2 months വരെ നമുക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ വാങ്ങിച്ച് ഞാൻ കാണിക്കാം. സോ ഇത് റൈസാണ്, 10 kg റൈസാണിത് വാങ്ങിച്ചത്. പിന്നെ റൈസാണ്. നല്ല റേറ്റ്. ഇത് ഇഡ്ഡലി റൈസ് 5 kg വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് ഇത് 1 kg വാങ്ങിച്ചിട്ടുണ്ട്. ദാൽ, ചനാ ദാൽ, ചോർ ദാൽ, പിന്നെ റവ വാങ്ങിച്ചിട്ടുണ്ട്, സൂജി വാങ്ങിച്ചിട്ടുണ്ട്. ഉഴുന്ന്, പിന്നെ പാസ്ത, വീണ്ടും ഇത് സൂജി, റവ, പിന്നെ സോയാ ചങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഇത് ഷുഗറാണെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കുന്നത്. പിന്നെ ഇത് സേമിയ വാങ്ങിച്ചിട്ടുണ്ട്, 850 grams ഉണ്ട്. പിന്നെ അഗൈൻ ഇത് വീറ്റ് റവയാണെന്ന് തോന്നുന്നു. ഇത് 1 kg വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ, പിന്നെ മൂംഗ് ദാൽ, റെഡ് ചില്ലി വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്. ഇന്ന് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും മൂംഗ് ദാൽ, കുറച്ച് ഫ്ലോക്സ് ആണിത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പച്ചപ്പയർ വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രീൻ ഗ്രാം. പിന്നെ ഫിഷ് മസാല. പിന്നെ ഇത് സ്പൈസസ് ആണ്, ബിരിയാണിക്ക് ഇടുന്ന സ്പൈസസ്. പിന്നെ ഇത് പെപ്പർ പൗഡർ, പെരുംജീരകം, ഫെനൽ സീഡ്സ്, കുറച്ച് പാസ്ത, അഗൈൻ പച്ചപ്പയർ. പിന്നെ ആട്ട കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസും ആട്ടയൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മളത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് നല്ലതാണ്. പിന്നെ ഇത് ഉലുവ, ഫെനുഗ്രീക്ക്, അഗൈൻ ക്ലോവ്സ്, പിന്നെ സാമ്പാർ പൗഡർ, പെരുംജീരകം, ചിക്കൻ മസാല. ചിക്കൻ കിട്ടുമെന്ന് അറിയില്ല ഇതൊക്കെ, പക്ഷെ വാങ്ങിച്ച് വെച്ചിരുന്ന മസാല. ഇത് പെപ്പർ കോൺസ്. പിന്നെ ഇത് സിനമൺ പൗഡർ. പിന്നെ ഇത് എന്താ പറയുന്നത്, ആസഫിറ്റിഡ. അപ്പോൾ ഏട്ടൻ്റെ മോരും വന്നിട്ടുണ്ട് വീഡിയോയിൽ. ഇത് വന്ന് റെഡ് രാജ്മ. പിന്നെ ഇതും വൈറ്റ് രാജ്മ, ഒരു 500 grams ആണ് ഇത്. പിന്നെ ഇത് അരിപ്പൊടി, റൈസ്. പിന്നെ ഇത് വീറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റാഗി സ്വീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഫുൾ റാഗി. അങ്ങനെ റാഗി വേണോ? ഇത് റാഗി പൗഡർ ഒരു പാക്കറ്റ്.
പിന്നെ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, പിന്നെ അത് വീണ്ടും ഇഡ്ഡലി റൈസാണ്. പിന്നെ ജീരക പൗഡർ, പിന്നെ പൊട്ടുകടല കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പൊരി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മഞ്ഞൾപ്പൊടി ആൻഡ് കടുക് വാങ്ങിച്ചിട്ടുണ്ട്, കോഫി പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പ്, ഒരു കല്ലുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ സാബു വാങ്ങിച്ചിട്ടുണ്ട്, സോയ ചങ്ക്സ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അഗൈൻ ഓയിൽ 5 ലിറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം 2 months വരെ വരാൻ വേണ്ടിയിട്ട് ഓയിൽ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് പട്ടാണെന്ന് പറയും, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ, ബ്ലാക്ക് ചെന, ഓയിൽ കുറേ വാങ്ങിച്ചിട്ടുണ്ട്, വീണ്ടും കടല തന്നെ, പൂജ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കോഫിപ്പൊടി, ചായപ്പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആട്ട കുറേ വാങ്ങിച്ചിട്ടുണ്ട്, മട്ട റൈസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ കണ്ണിയോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചായപ്പൊടി കുറേ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ പച്ചപ്പയർ, വീണ്ടും പച്ചപ്പയർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹോർസ് ഗ്രാം മുദ്ര. ആട്ട വാങ്ങിച്ചിട്ടുണ്ട്, ആട്ട കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 5 കിലോ ആട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രീൻ ഗ്രാം ആണ്, പച്ചപ്പയർ, പിന്നെ കുറേ ആട്ട, പിന്നെ മുദ്ര, പിന്നെ വീണ്ടും ആട്ട. സോ എല്ലാം കഴിഞ്ഞു. സോ ഇത്ര തിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടലി അവിടെ കുറച്ച് തിങ്സ് കിടക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വാങ്ങിച്ചത്. അപ്രോക്സിമേറ്റ്ലി ഒരു 2 months വരെ ഇത് വരുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ചീത്തയാവാത്ത തിങ്സാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ ഓക്കെ ആവും, സഫീഷ്യൻ്റ് ആവുമെന്ന് വിശ്വസിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ, ടേക്ക് കെയർ ഗൈസ്. നമ്മളിപ്പം 128 സബ്സ്ക്രൈബേഴ്സ് ആയി. താങ്ക് യു സോ മച്ച്. 0 എന്നാണ് തുടങ്ങിയത്, എവിടെ വരെ എത്തുമെന്ന് നോക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. എൻ്റെ ജേർണി എങ്ങനെ പോകുന്നെന്ന് നോക്കാം.